ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആന എന്ത് ടച്ച് ചെയ്താലും ഞാൻ അത് ആനയ്ക്ക് മേടിച്ചു കൊടുക്കും. ഇപ്പൊ ആന എന്നെ ടച്ച് ചെയ്താൽ ഞാൻ തന്നെ ആനയ്ക്കാവും. ആന ആ കാറ് ടച്ച് ചെയ്താൽ ആനയ്ക്ക് കാറ് മേടിച്ചു കൊടുക്കും. ഞാൻ ഈ കാറ് തൊട്ട് എനിക്ക് കാണിച്ചു തരുമോ? പോർഷയാ. നീ എന്തൊക്കെ ടച്ച് ചെയ്യുന്നു അതെല്ലാം മേടിച്ചു തരും. പക്ഷെ നീ എങ്ങനെ ടച്ച് ചെയ്യാൻ പോണെന്ന് അറിയാവോ അനിമോളെ? കണ്ണ് കെട്ടിയിരിക്കും ഗൈസ്. കണ്ണ് കെട്ടിയാണ് ആന ടച്ച് ചെയ്യാൻ പോകുന്നത്. ഇതെന്തൊരു പൂക്കി. ഒരു വിരളച്ചാണ് തോരേണ്ട. ഒരു വിരളതാ. എനിക്ക് മനസ്സിലായി. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. നമുക്ക് തുടങ്ങാം. ആന എന്ത് ടച്ച് ചെയ്താലും ഇന്ന് മേടിച്ചു കൊടുക്കും. 3, 2, 1 സ്റ്റാർട്ട്. നിന്റെ മുരളിക കേൾക്കുമ്പോൾ ആന ചൂസ് ചെയ്യുന്ന ഫുഡാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. നല്ലത് ചൂസ് ചെയ്തേ. എടുക്കട്ടെ. ഇത്രയാണ്. ഒരു വിരൽ. 3, 2, 1. അറിയാമോ? തേങ്ങാ മാങ്ങ സാലഡ്. ഹെൽത്തി ആണല്ലോ ആനി പിടിച്ചിരിക്കുന്നത്. ഹെൽത്തി കുട്ടാ. നമുക്ക് തേങ്ങാ മാങ്ങ സാലഡ് കഴിക്കാം. കഴിച്ചാലാ? ആനി പറഞ്ഞ തേങ്ങാ മാങ്ങ സാലഡ് ഇപ്പോൾ ഇവിടെ നിലവിൽ അൺഅവൈലബിൾ ആണ്. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ആനയ്ക്ക് കണ്ണ് കെട്ടിയിട്ട് 1 മിനിറ്റ് നമ്മൾ കൊടുക്കും. ആന ഇഷ്ടമുള്ള സാധനം തൊടുമ്പോൾ നമ്മൾ ഇതിനകത്ത് എടുത്തിടും. 1, 2, 3 സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6. ഇത് കണ്ണ് കാണാൻ എത്ര ഇടുന്നു? 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 50, 40, 41, 42, 43, 44, 45, 46, 48, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 64, 60. നീ ഇത്ര സാധനം എടുത്തിട്ട് ഇതെല്ലാം നീ കഴിക്കാൻ തന്നെ. കാത്ത് നിറയെ സാധനം. ഇത്ര സാധനം എടുത്ത 1 മിനിറ്റിനകത്ത്. എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് ലേസ് എന്ന് പറയുന്നത്. പലതരം ലേസുകൾ. ആനി നിറയെ എടുത്തോണ്ട് സബ്സ്ക്രൈബേഴ്സിനില്ല. ആനി ഗീവ് അവേ തരുന്നതാണ്. ഗീവ് അവേ. ഉള്ള എല്ലാ ബിസ്ക്കറ്റും ഉണ്ട്. ആനി നീ മാപ്പിൽ ഏതെങ്കിലും ഒരു സ്ഥലം തൊടണം. ഏത് സ്ഥലം വേണമെങ്കിൽ നിനക്ക് മാപ്പിൽ തൊടാം. നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോകും. ഓക്കെ? നീ തൊട്ടാ മതി. പോവാമാ? ഓക്കെ. കണ്ടിട്ടൊരു ഫാന്റാസ്റ്റിക് സ്ഥലമാണെന്ന് തോന്നുന്നു. വണ്ടിയുടെ ഇത് ഊരാൻ പാടില്ല കേട്ടല്ല. അവിടെ ഞാൻ ഊരും. ആനി നീ മാപ്പിൽ കാണിച്ച സ്ഥലം നമ്മൾ എത്തിയിട്ടുണ്ട്. ഓ സൂപ്പർ സ്ഥലം കേട്ടോ. നമ്മൾ കോഴിക്കോട് വന്നതിൽ ഇതായിരിക്കും ബെസ്റ്റ് സ്ഥലം. മാർവിലസ്, ഫാന്റാസ്റ്റിക്. അവര് പറഞ്ഞപ്പോ നല്ലൊരു സ്ഥലമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റേ ചീവീടിന്റെ സൗണ്ട്. പ്രകൃതിയാടി ആനി. പ്രകൃതിയാ? അച്ഛാ എന്നെ രക്ഷിക്കാ. എവിടെയെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അവിടെ റോഡ് ഇച്ചിരി മോശമായിരുന്നു. അനി നമ്മള് ലൊക്കേഷനിൽ എത്താറായി. തൂക്കിയെടുത്തിട്ട് പോകും. ഓ ഇനി പാടാത്. ജസ്റ്റ് ഒന്ന് മുകളിൽ കയറിയാ മതി. ഒരു കല്ലുണ്ട്. കുഴിയുണ്ട്. അനി ഇതാണ് നീ പറഞ്ഞ സ്ഥലം. കാറ്റടിച്ചിട്ട് എന്ത് തോന്നുന്നു? അല്ല തണുത്ത കാറ്റടിക്കുന്നില്ലേ? ഒരു വലിയ റോഡിന്റെ അടുത്ത്. ഓക്കെ, ഞാൻ പറയുമ്പോ കണ്ണു തുറക്കണേ. 3,
2 1 സ്റ്റാർട്ട്. കണ്ണുറക്ക്. നീ ഈ കല്ലൊക്കെ കടന്നാണ് ഇവിടെ എത്തിയത്. നീ ഒരു രാക്ഷസ വനിതയാണ്. അതാണ് നീ ഇത്ര ദൂരം കഷ്ടപ്പെട്ടെത്തിയ ഇവിടെ. ഞാൻ കണ്ടുപിടിച്ച സ്ഥലം. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ബ്രാൻഡഡ് ഷോപ്പുകളിൽ എല്ലായിടത്തും നടുക്കാണ്. ഇങ്ങനെ ചൂണ്ടും. ഏതിലാണോ കൈ നിൽക്കുന്നത് ആ കടയിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ള സാധനം അതിന് തൊടുന്ന എടുക്കാം. ഓക്കെ ഓക്കെ. എനിക്കറിയാം, ഞാൻ തിരിഞ്ഞല്ലേ നിക്കട്. ഇത് മതിയാ? കണ്ണുറക്ക്. എന്നെ ഇഷ്ടം എന്നെയാ. ആളെ பார்த்தா ഡമ്മി പിശാർക്ക് ഭയങ്കരமான ആളാ இருக்கேடா. നമുക്ക് അങ്ങോട്ട് പോവാം. എനിക്ക് എന്ത് വേണം എടുക്കാലോ. അവിടെ പോയിട്ട് വീണ്ടും കണ്ടിട്ട് ഒരു കറക്കും. എന്നിട്ട് നീ തൊടുന്ന എനിക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. കമോൺ. ഞാൻ ചൂസ് ചെയ്തത് കുഞ്ഞു കുട്ടികളുടെ കട. എന്നാലും ഞാൻ എടുക്കും. എന്റെ വീട്ടിലൊരു കുഞ്ഞു കുട്ടിയുണ്ട്. ഇവിടെ ഗേൾസിന്റെ ഉണ്ട്. ഗേൾസിന്റെ ആണെങ്കിൽ ഗേൾസിന് അവനിട്ട് കൊടുക്കും. നീ ഗേൾസിന്റെ എടുക്കുവാണെങ്കിൽ എടുക്കുക. എന്റെ ഭാവയ്ക്ക് ഇടാം. വെരി ഫണ്ണി. എടുക്കാമോ? ഇഷ്ടമുള്ള എടുക്കാം. എടുത്താ? ഓ ഗൈസ്, ബാബയുടെ കറക്റ്റ് സൈസും തോന്നുന്നു. അത് കറക്റ്റ് എങ്കിൽ ഞാൻ ഒരു കില്ലാടി തന്നെ. സെറ്റ് സാധനം കേട്ടാണ് എടുത്തത്. എമ്മ്. സ്മിത്തിൽ എമ്മുണ്ട്. പണ്ട് ആനി ബ്ലൈൻഡ് ആണെങ്കിൽ ആനിയുടെ ഈസ്തറ്റിക് വേറെ. പക്ഷേ ഇത് സ്മിത്തിന് എത്തൊന്നും അറിയില്ല കേട്ടോ. വലുതായി. എനിക്കെത്താം ക്രോപ്പ് ടോപ്പ്. എന്റെ ഉടുപ്പെല്ലാം വാവയിടും, വാവയുടെ ഉടുപ്പെല്ലാം ഞാൻ ഇടും. അപ്പൊ ഞങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇത് പാക്കഡ് ഗൈസ്. താങ്ക് യു സോ മച്ച്. അയ്യോ, നിന്റെ ബ്ലൈൻഡ് സ്പോട്ട് എവിടെ? ബ്ലൈൻഡ് സ്പോട്ട് കണ്ണടക്കുന്ന സാധനം എവിടെ? അയ്യോ, ഞാൻ അത് അവിടെ വെച്ചിട്ടൊന്നും തോന്നുന്നു. അടുത്ത് നമ്മൾ അവിടെ നിന്ന് നേരെ ആപ്പിളിന്റെ ഷോറൂമിലോട്ട് വന്നു. ഇവിടെ ഐഫോൺ 17 Pro Max ഉണ്ട്, ഐപാഡ് ഉണ്ട്, ഐമാക് ഉണ്ട്. എന്തല്ലേ, അതിന് നിനക്ക് കിട്ടിയ അവസരമാണ്. വേണമെങ്കിൽ മുതലാക്കാം. നോക്കട്ടെ, എനിക്ക് ലക്കുണ്ടോ നോക്കാം. ലക്കുണ്ടോ നോക്കുക. ആപ്പിളിന്റെ ഷോറൂമിൽ കൊണ്ട് നിർത്തിയിട്ട് കണ്ണടച്ചിട്ട് ഇഷ്ടമുള്ള എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പുറത്തൊന്നും കറക്കിടല്ലേ ദയവ് ചെയ്ത്. അങ്ങനെയുള്ളൂ. ഐഫോൺ എടുക്കട്ടാ. ഇതെന്തോന്ന്? ഐഫോൺ. ഇത് ഐഫോൺ അല്ലേ? ഇതെന്തോ? തൊട്ട് കഴിഞ്ഞ് ഞാൻ വിചാരിച്ച ഉടനെ ഐഫോൺ കിട്ടുമെന്ന്. ഇന്ന് നോക്ക്, ഞാൻ വാച്ചിന്റെ സ്ഥലത്താണ് നിന്ന്. ഈ സാധനം ഇല്ലേ, ഇത് അവിടെ കിടന്ന് ഞാൻ തൂക്കി ഇവിടെ കൊണ്ടുവന്നു. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഡെക്കാത്തലാണ്. ഞാൻ നിനക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം എടുക്കാം. ഞാൻ ഇങ്ങനെ പോയി തൊടട്ടാ? വേണ്ട. 3, 2, 1 ഗോ. എന്നെ കൊണ്ടുപോണേ, ഞാൻ അല്ലെങ്കിൽ ഇരിക്കും. ഇവിടെ നല്ല സ്ഥലം തന്നെ. നല്ല സ്ഥലം തന്നെ. ഇവിടെ വേണമെങ്കിൽ ഒരു ക്ലൂ തരട്ടെ. വെള്ളത്തിലുള്ള സാധനങ്ങളാണ്. വെള്ളത്തിലുള്ള സാധനങ്ങളാണ് ഇവിടെ. എവിടാ സാധനങ്ങളുണ്ട്? നിന്റെ റൈറ്റും ലെഫ്റ്റ് സാധനങ്ങളുണ്ട്. നീ ഫ്രണ്ടിൽ പോ, ഞാൻ ഇങ്ങനെ വരാം. ഇഷ്ടമുള്ള തൊടാൻ. എന്നിട്ട് ആനി അങ്ങനെ ഫുള്ള് ഇവിടുത്തെ കട ഫുള്ള് ആനി കറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇനി വഴിയെ കൂടെയാണ് പോണത്. എനിക്കൊന്നും കാണുന്നില്ല. ആനി ഏതെങ്കിലും തൊടാൻ പോകുമ്പോ അത് എനിക്ക് ആവശ്യമില്ലാത്തോണ്ട് ഞാൻ പറയും വേണ്ട. സഹായിക്കണോ? ബാക്ക് പറയൂ ഡോറ. എങ്ങനെ? എനിക്ക് വല്ല ഈ ചാലഞ്ച് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ കടയോടെ എല്ലാം ഒരുമിച്ച് ഇങ്ങനെ തൊടുമായിരുന്നു. ഇതെന്തോന്ന്? ഇവിടെ എത്ര കളർ ഇരുന്ന്. ആ ഓറഞ്ചിൽ തന്നെ അവിടെ പോയി പിടിച്ചു. എന്റെ എസ്തെറ്റിക് ഇതാണ്.
വേണ്ട 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 ഇനി താനി ഊരാൻ പാടില്ല. വാ, അടുത്ത സാധനം എടുക്കുക. അങ്ങനെ പറ്റില്ല പ്ലീസ് പ്ലീസ്. ഞാൻ ഊരട്ടെ. ഒന്നാമതേ ഞാൻ ഇതേ വെച്ചിട്ട് പറഞ്ഞിട്ട് ഇവിടെ കൂടെ നടക്കണം. ആൾക്കാരുടെ കൊച്ചിന് എന്ത് പറ്റി? ആൾക്കാർ കൂടെ പയ്യെ ആനിയുടെ കൈ വിടും അവിടെ. ആനി പിന്നെ അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ പോകും. ഒന്നല്ലേ എടുത്തോളൂ, ഇനി രണ്ടെണ്ണം എടുക്കണമല്ലോ. എന്ത് ചെയ്യാൻ? ഞാൻ ഇങ്ങനെ നടക്കണ തേരാപാര യൂണിക്കോണും വെച്ച് നടക്കുന്നു ഞാൻ. ഈ സൈഡ് 20 വയസ്സായ മുതി. ഈ സൈഡ് നിനക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എടുക്കാം. എന്തോന്ന് അതെന്തോന്ന്? ഇത് മറ്റേത് ചൂല് തൂക്കണ സാധനം പോലെ. ഇത് വേറെ എന്തോ. വേണ്ടിട്ട് ഇപ്പൊ ചൂലാണ് എടുത്തത്. ഇതെന്തോന്ന്? തോക്ക. ഇവളൊരു ബന്ധമില്ലാത്ത സാധനങ്ങളൊക്കെയാണ് എടുക്കുന്നത്. ജാക്കറ്റ്, ഫിഷിങ്ങിനുള്ള സാധനം. ഇതെങ്ങനെ വർക്ക് യൂസ്ഫുൾ ഐറ്റംസ്. ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണമെന്ന് അറിയാമോ? ഓ ഇങ്ങനെ കറക്കണം. അതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണമെന്ന് പോലും അറിയത്തില്ല. അവളത് പോയി എടുത്ത് പഠിച്ച് ഫിഷിംഗ് ചെയ്തിരിക്കും. ആനി പഠിച്ച് ചെയ്തിരിക്കും. ആ ശരി, 2 ഇനി ഒരു സാധനം കൂടി. അഭിനയം ഇച്ചിരി ഷഡ്ഡി കുറവുണ്ട് കേട്ടോ. ഷഡ്ഡി നീ സ്വന്തമായിട്ട് ഇതിലെങ്കിൽ എനിക്ക് യൂസ്ഫുൾ ഉള്ള എടുത്തിരിക്കും. അവിടെ അവളെ കൊണ്ടുപോയിരിക്കുക. എന്താടാ പറഞ്ഞ നീ? നിന്റെ ഇവ ഇടക്കിടക്ക് പോയി എന്തൊക്കെ പോയി പറഞ്ഞു കൊടുക്കുന്നേ? ഞാൻ പോയി തൊടും. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നോ? ഞാൻ പോയി തൊടും. മനസ്സിലായോ? ആ ഓക്കെ. നിന്റെ ഞാൻ എവിടെ നിക്കണം ഇപ്പൊ പറഞ്ഞ? നിന്റെ വലത് സൈഡാണ് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇരിക്കണം. നിനക്ക് പക്കാ യൂസ്ഫുൾ. ഇതെന്തോന്ന്? നോക്ക്. ഷോർട്സാ? അഭിചേട്ടനോട് സ്നേഹം കൊണ്ട് ആനി അത് മേടിച്ചു തന്നെ. എനിക്ക് വിങ്ങും നെഞ്ചോട് ഒന്നൂടെ കളി. തരമല്ല. ഇതെന്തിനാ എനിക്ക്? തൊട്ട് കഴിഞ്ഞാൽ അവളുടെ അത് എടുത്തതാണ്. തൊട്ട് കഴിഞ്ഞാൽ നീ എടുത്തതാണ്. ഫോട്ടോയോ? ഓക്കെ, ബെസ്റ്റ് ഡിസിഷൻ. ഞാനൊന്നും കണ്ടില്ലേ, അതുകൊണ്ട് എനിക്കൊന്നും അറിഞ്ഞൂടായിരുന്നേ. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഒരു ടോയ് ഷോപ്പിലാണ്. നമ്മൾ ആനിനെ എവിടെ തന്നെ അഴിച്ചു വിടും. ആനി ഇഷ്ടമുള്ള സാധനം എടുത്തോട്ടെ പോയിട്ട്. ഓക്കെ, ഇഷ്ടമുള്ളത് ഞാൻ എടുക്കും ഗൈസ്. എന്നെ കറക്കി വിടുമ്പോ നല്ല സ്ഥലത്ത് കറക്കി വിടണ അബി. ഇതാണ് ഞങ്ങളുടെ ഒരു ഡ്രീം. കണ്ണു നല്ല നിറയെ ടോയ്സ്. ഓക്കെ റെഡി. പയ്യെ കറക്ക്. ഒരു ക്ലൂ തരട്ടാ. ഇവിടെ ഫുള്ള് ടോയ്സ് ആണ്. അത് ടോയ്സ് തന്നെയല്ല ഫുള്ള് ഇരുന്ന്. ക്ലൂ തരട്ടാ. നീ ഇപ്പം ഫോറസ്റ്റിനകത്തുള്ള സാധനങ്ങൾ അറിയാനാണ് നിൽക്കണം. ഇപ്പഴോ? ഇപ്പം ഡെസേർട്ട്. ഇപ്പഴോ? ഇപ്പൊ ബാത്റൂമിൽ. ഇങ്ങനെ ബാത്റൂമിൽ എന്തിരിക്കണം നോക്കട്ടാ. ഇതെന്തോന്ന്? ഇതെന്തോന്ന്? ഗസ് ഉണ്ടോ? സത്തമ്മ. ഇതേതോ ബൊമ്മ. നല്ല സോഫ്റ്റ് ചേട്ടാ. 3, 2, 1. എന്താണെന്നറിയാമോ ഇത്? പാരറ്റ്. എന്റെ കണ്ണ് നല്ലത്. നല്ല രസമുണ്ട്. ഭയങ്കര സോഫ്റ്റ് ചേട്ടാ. മറ്റേ ഒറ്റയ്ക്ക് വേട്ടയ്ക്ക് പോയില്ലേ പെൻഗ്വിൻ. ഇത് നീ ഒരു പേരിട. പെൻഗ്വിൻ ഇല്ല, ഒരു പേര് ഇങ്ങനെ ശ്യാമളൻ അങ്ങനെ. ഇത് കണ്ടിട്ട് ശ്യാമളൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇങ്ങനെ ഇട്. ഷേർഖാൻ. ഷാറുഖ് ഖാൻ. ഷേർഖാൻ. ഇത് ഒറ്റയ്ക്ക് പോയി ഷേർഖാൻ. അതാ രാജിനേക്കാൾ എത്രയുള്ള ശ്യാമളൻ. ഇതിനെ കണ്ടെങ്കിൽ രാജ്. ഓ നല്ല പേര്. ആനി. അബി. അപ്പൊ നമ്മുടെ പുതിയ ബൊമ്മയ്ക്ക് നിങ്ങൾ പേരിടുക. ഞങ്ങള് അന്നൊന്ന് സെലക്ട് ചെയ്തെടുത്തോളാം. ശ്യാമളല്ല, ഞാൻ പറയണേ രാജ്. ശ്യാമളൻ വേണം. അത് വേറെ നല്ല പേരിടും. നോക്കാം, ആ പേര് നമ്മൾ ഇടും. അല്ല ഇത് 2 വേണ്ട, വേറെ നല്ല പേരിട്. അല്ല രാജ് മതി. അബി ഇങ്ങനെ എവിടേക്കുമ്പോ കൊണ്ടുപോകണം? ഇവിടെ കൂടെ കൊണ്ടുപോകുമോ? ഇത് കാർ ഷോറൂം. ഈ കണ്ടന്റ് മാറുന്നു. നമ്മൾ കുഞ്ഞു സാധനങ്ങളിൽ മാത്രമേ വരാവുള്ളൂ. നോ, ഞാൻ എന്ത് തൊട്ടാലും വാങ്ങിച്ചേരുമെന്നേ പറഞ്ഞുള്ളൂ. നോ ആനി, ഇതൊക്കെ ഓവറാണ് ഇച്ചിരി കേട്ടാ.
അതൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ ഈ കാർ തൊട്ട് എനിക്ക് കാണിച്ചു തരുമോ? പോർഷയാ? ആ കട തുറന്നിരുന്നെങ്കിൽ ഞാനിപ്പോ നിനക്ക് മേടിച്ചു തരുമായിരുന്നു. പണം എനിക്കൊരു പ്രശ്നമല്ല. ഓ, നീ മേടിച്ചു തരുമോ? നീ അത് തൊട്ടിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും മേടിക്കാന്നല്ല, നമുക്ക് വേണമെങ്കിൽ റെന്റിന് 2 ദിവസം റെന്റിനെങ്കിലും എടുത്ത് ഓടിക്കാം. എടുക്കുമാ? പിന്നല്ലാണ്ട് ഞാൻ തൊടാതെ എടുക്കുമോ? തൊട്ടാലേ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അത് ഇപ്പൊ ഞാൻ ഗ്ലാസ് പൊടിച്ച് തൊടാൻ പറ്റുമോ? ഒരു നാൾ എടുക്കാൻ പറ്റൂല ഞാന്. നമ്മളെടുക്കും. പോർഷയൊക്കെ അല്ലേ, ഒരു പ്രിയോണഡ് ആയതുകൊണ്ട് നമുക്കൊരു 1 CR ഒരു 40 lakhs കിട്ടുമായിരിക്കും. നീ ഒന്ന് തൊട്ടിരുന്നെങ്കിൽ ചിലപ്പോ നമ്മൾ എടുക്കുമായിരുന്നു. പൈസ എവിടെ ഇരിക്കുന്നു? 40 ലക്ഷം രൂപ പൈസ ഉണ്ടാ? നമ്മുടെ ജോഷ ചാച്ച തരും നമുക്ക്. നമ്മളിപ്പോ എടുക്കും. അഭി, ഭാഗ്യത്തിന് ഞാൻ ഈ തുറക്കാത്ത കടയിൽ വന്ന്. ഞാൻ വേറെ വലിയ കടയിലാണ് നിർത്താൻ പറഞ്ഞത്. നീ പെട്ടേനെ. നീ കാർ ഓടിക്കാൻ പഠിച്ച അടുത്ത നിമിഷം ഞങ്ങൾ നിനക്കൊരു കാർ മേടിച്ചു തരും. Okay, let's ഏത് go, കാറെന്നൊന്നും let's go, പറയുന്നില്ല, let's go. ഏത് കാറെന്നൊന്നും പറയുന്നില്ല, ഒരു ലക്ഷറി നീ കാർ. വാങ്ങിച്ചു തരണം ലക്ഷറി കാർ അടുത്ത വർഷം. നീ കാർ ഓടിച്ച് പഠിച്ച നിനക്കൊരു ലക്ഷറി കാർ ഞങ്ങൾ മേടിച്ചു തരും. ഇത് സത്യം. സത്യം സത്യം സത്യം. അങ്ങനെ ഗൈസ്, ആനി ഇത്ര സാധനം എടുത്തിട്ടുണ്ട്. സ്നാക്സ്, ഉപ്പ് കറുവാട്, ഉറവച്ച സൂട്, ഉട്ടിവിട. അതെ, ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഇവള് 1 മിനിറ്റ് ഇത്ര എടുക്കുമെന്ന്. ഞാൻ വിചാരിച്ചേക്കാളും നിറയെ എടുത്തു ഇവള്. എന്റെ ഫേവറേറ്റ് സെക്ഷന് നിർത്തിയാൽ ഞാൻ പിന്നെ എടുക്കാറുണ്ട്. ഇവളല്ലേ ഇങ്ങനെ എടുത്തോണ്ടായിരിക്കും നിറയെ സാധനങ്ങൾ വന്നത്. ഒരു 30 സെക്കൻഡ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചെടുക്കുമായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയേനെ. ഒരു ലോഡ് സ്നാക്സ് ഉണ്ട്. ആയിരുന്നു guys. ഇത്രയൊന്നും ഞങ്ങൾ കഴിക്കാൻ പോകുന്നില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിൽ വരുന്ന സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ വീട്ടിൽ കുറെ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഗൈസ്, നിങ്ങൾ വരുന്ന ഒരു ഹോണിംഗ് ബെൽ അടിക്കല്ലേ, ഉറങ്ങാൻ പറ്റുന്നില്ല ചെറുതായിട്ട്. നിങ്ങൾ വൈകുന്നേരം വരുന്ന കാര്യമോ, വരുന്നവർക്ക് ഗിഫ്റ്റ് തരാം. പക്ഷെ ഇത് എനിക്ക് കാണാം.